തുല്യമായിട്ടുള്ള ഒരു നേർരേഖയും ഉണ്ട്. ചിലര് ഈ ഉ എന്ന് എഴുതുന്നതിന് പകരമായിട്ട് ഓം എന്ന് എഴുതും. ഓം എന്ന് എഴുതുന്നതായിട്ട് സമയത്തും തുടങ്ങുന്നത് എങ്ങനെയാണ്? അതും വൃത്താകാരത്തിൽ തന്നെയാണ് തുടങ്ങുന്നത്. അത് തമിഴിലായാലും മലയാളത്തിലായാലും സംസ്കൃതത്തിലായാലും വൃത്താകാരത്തിലാണ് തുടങ്ങുന്നത്. ചിലര് ഇനിയും വേറൊരു വിഭാഗക്കാരുണ്ട്, അവര് ഉ എന്നും എഴുതുന്നില്ല, ഓം എന്നും എഴുതുന്നില്ല, അതിന് പകരമായിട്ട് അവർ എഴുതുന്നത് ശ്രീ എന്നാണ്. ശ്രീ എന്ന് എഴുതുന്നതായിട്ട് സമയത്ത് വേണ്ടിട്ട് ഇതേമാതിരി വൃത്താകാരം അവിടെ വരണമെന്ന് പറയാം. അപ്പൊ ഗണപതിയെ സ്മരിച്ചുകൊണ്ട് ഊ എന്നോ ഓം എന്നോ ശ്രീ എന്നോ എഴുതിയിട്ടാണ് ബാക്കിയുടെ കഥൻ തുടങ്ങുന്നത്. അപ്പൊ ഈ ചുഴി, ഈ പിള്ളയാർ ചുഴിയുടേതായിട്ടുള്ള പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിവിടെ കാണുന്നതായിട്ടുള്ള ഭൂമണ്ഡലമാകട്ടെ, ഈ ഭൂമണ്ഡലം ഉൾക്കൊള്ളുന്നതായിട്ടുള്ള സൗരമണ്ഡലം ആകട്ടെ, എല്ലാം എങ്ങനെയിരിക്കുന്നു? ഗോളാകൃതിയിലാണ്, എല്ലാം വൃത്താകാരമാണ്. മണ്ഡലം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ വൃത്തം എന്നാണ്. ഭൂമി വൃത്താകാരമായിരിക്കുന്നതായിട്ടുള്ള ഭൂമി അച്ചുതണ്ടില തിരിഞ്ഞുകൊണ്ടിരിക്കണം. സൗരമണ്ഡലം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, സൗരമണ്ഡലത്തിലുള്ള ഗോളാകാരത്തിലായിട്ടുള്ള ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും എല്ലാം തന്നെ സൂര്യന് ചുറ്റും ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കണോ. ഇപ്രകാരം സഞ്ചരിക്കണമെന്നുണ്ടെങ്കിൽ ആ വൃത്തം ഇതേമാതിരി ആ വൃത്താകാരത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ആ സഞ്ചാരത്തിന് ആധാരമായിട്ട് അടിസ്ഥാനമായിട്ട് നേർരേഖയായിരിക്കുന്നതായിട്ടുള്ള ഒരു അച്ചുതണ്ട് വേണം. ആ അച്ചുതണ്ടായിരിക്കുന്നവനാണ് പരമാത്മാ പരബ്രഹ്മം എന്ന് പറയുന്നത്. ആ പരമാത്മാ പരബ്രഹ്മത്തെയാണ് നമ്മുടെ ഭഗവാൻ ഈശ്വരൻ എന്നുള്ള പേരിലൊക്കെ തന്നെ പറയുന്നത്. അപ്പോ ഉ എന്ന് എഴുതുന്നതായിട്ട് സമയത്ത് അത് ഗണപതിയെ കാണിക്കുന്നു എന്ന് മാത്രമല്ല, അത് പരമാത്മ സ്വരൂപത്തെയും കാണിച്ചു തരുന്നു. ആ പരമാത്മ സ്വരൂപമായതുകൊണ്ടാണ് നേരത്തെ ശ്ലോകത്തില് അജിന്യ രൂപം അന്തഹീനം എന്നൊക്കെ പറയാനുള്ളതായിട്ടുള്ള കാരണം. അപ്പൊ ഈ പരമാത്മാവിനെ